അഴകാഴങ്ങളുടെ അത്ഭുത ലോകമാണ് ബൈബിൾ നമുക്ക് സമ്മാനിക്കുന്നത്. എന്തെന്ത് അത്ഭുതപ്പെടുത്തുന്ന, ചാലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ബൈബിളിൽ വന്നു നിറയുന്നു. അതുകൊണ്ട് തന്നെ മതഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധികം സിനിമകളും സാഹിത്യരചനകളും പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളുമൊക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ബൈബിളിനെ ആസ്പദമാക്കിയാണ്. ഇന്ന് ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഓൾ ടൈം ഹിറ്റ് മൂവീസിലൂടെ നമുക്കൊന്ന് കടന്നു നോക്കാം. ദ മോസ്റ്റ് പോപ്പുലർ ബൈബിൾ മൂവീസ് ഓഫ് ഓൾ ടൈംസ്. 10ാം സ്ഥാനത്ത് ദ നേറ്റിവിറ്റി സ്റ്റോറി, 2005 റിലീസായ ചിത്രം. മാതാവിൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ്. പിന്നിലാവ് പോലെ വെട്ടം പരത്ത് നിൽക്കുന്ന യൗസേപ്പിതാവും മറിയവും നടത്തുന്ന വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്ര. ലളിതം, സുന്ദരം, ഹാർട്ട് വാമിംഗ്, ക്യാപ്റ്റിവാറ്റി, അതാണ് പറയാൻ പറ്റുന്നത്. 9ാം സ്ഥാനത്ത് ജീസസ് ഓഫ് നാസറത്ത് എന്ന സിനിമയാണ്. 1977 ഇറങ്ങിയ ഫ്രാങ്കോ സെഫ്രിലിയുടെ ചിത്രം. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇത് വളരെ വളരെ നീണ്ട ചിത്രമാണ്. അതിനേക്കാൾ നമ്മെ ആകർഷിക്കുന്ന കാര്യം, ജിം കാവിയേഴ്സൽ രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് വരെ അതിലെ യേശുവിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച റോബർട്ട് പൗലിൻ്റെ മുഖമാണ് യേശുവിൻ്റെ മുഖമായിട്ട് ആളുകളെന്നും മനസ്സിൽ കൊണ്ടുനടന്നത്. ആ വലിയ കണ്ണുകളും തീക്ഷ്ണത നിറഞ്ഞു നിൽക്കുന്ന മുഖഭാവങ്ങളും ആളുകൾ നെഞ്ചിലേറ്റിയിരുന്നു. 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് പോൾ അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയാണ്. ഈ സിനിമ 2018 ഇറങ്ങിയ സിനിമയാണ്. നേരത്തെ ജിം കാവിയേഴ്സലിനെ കുറിച്ച് പറഞ്ഞു. പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കർത്താവിൻ്റെ രൂപം അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഇനി ഇതേ ജിം ലൂക്ക് ആയി അരങ്ങ് നിറഞ്ഞു എന്ന സിനിമയാണ് പോൾ അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ്. ജെയിംസ് ഫോൾക്കനായിരുന്നു അതിൽ പോളായിട്ട് അഭിനയിച്ചത്. വിശ്വാസ തീക്ഷ്ണതയുടെ വഴികളിലൂടെ നമ്മെ സഞ്ചരിപ്പിക്കുന്ന ഒരു തീക്ഷ്ണതയുള്ള, നന്മ നിറഞ്ഞ, നമ്മെ അടിമുടി വിശ്വാസത്തിൻ്റെ തികവിലേക്ക് ജ്വലിപ്പിച്ച് നിർത്തുന്ന ഒരു സിനിമ. 7ാം സ്ഥാനത്ത് പഴയൊരു സിനിമയാണ്. 1961 ഇറങ്ങിയ ബറാബാസ്. ബറാബാസിനെ ആസ്പദമാക്കിയിട്ട് ഏറ്റവും അധികം നാടകങ്ങളും സാഹിത്യരചനകളും ഓപ്പറകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ ബറാബാസ് എന്ന സിനിമ പഴയ കാലത്തെ അനശ്വര നടനായ ആൻ്റണി ക്വീൻ തകർത്താടി അഭിനയിച്ച സിനിമയാണ്. ആ സിനിമ ഒരുപാട് അഡാപ്റ്റേഷൻ വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരൊറ്റ സിനിമ ഇങ്ങനെ ഒരു ക്ലാസിക്കായിട്ട് നിലകൊള്ളുകയാണ്. അതിൽ ക്രിസ്തുവും ബറാബാസുമായുള്ള കൂട്ടുമുട്ടലുകളും അവർ തമ്മിലുള്ള തീക്ഷ്ണമായ ആശയ സംവാദങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് ഹോളിവുഡ് സിനിമ ചരിത്രത്തിലെ എവർ ഗ്രീൻ എന്ന് പറയാവുന്ന ബെൻഹർ. 1959 ഈ സിനിമ റിലീസാകപ്പെട്ടത്. 11 ഓസ്കറുകൾ നേടി. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ആക്ടർ, അങ്ങനെ നീണ്ടു പോകുന്ന നിര. അതുപോലെ ബോക്സ് ഓഫീസ് കളക്ഷനിലും അന്നത്തെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച സിനിമയാണത്. ശരിക്കും ബെൻഹർ ഒരു ബൈബിൾ സിനിമ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ക്രിസ്തു ഒരു സാന്നിധ്യമായിട്ട്, ഒരു പക്ഷെ മുന്നിലേക്ക് വരാത്ത സാന്നിധ്യമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ചൈതന്യം, കരുണയും സ്നേഹവും എല്ലാം സിനിമയെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ കാണികൾക്ക് ഒരു റിക്കളക്ഷൻ അനുഭവം നൽകുന്ന, ഒരു ധ്യാനാനുഭവം നൽകുകയാണ്. ഒരു സിനിമ കൊട്ടുക ധ്യാനവേദിയായി, ധ്യാനപ്പുരയായി മാറുന്നത് ഇത്തരം സിനിമകളൊക്കെ കാണുമ്പോഴാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ക്രിസ്തുവായി അഭിനയിക്കുന്ന ഹീറ്റർ എന്ന ഒരു ഓപ്പറ സിംഗറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം സിനിമയിൽ കാണിക്കുന്നേയില്ല. അതിൻ്റെ കാരണം, ക്രൈസ്റ്റ് ഒരു സെക്കൻഡറി സിറ്റിസണായി വരുന്ന സിനിമയിൽ ക്രൈസ്റ്റിൻ്റെ മുഖം കാണിച്ചുകൂടാന്ന് അന്നത്തെ ഒരു ബ്രിട്ടീഷ് ലോ ഉണ്ടായിരുന്നു.
അതായത് ക്രൈസ്റ്റ് സെക്കൻഡറി സിറ്റിസൺ ആകാൻ പാടില്ല, ക്യാരക്ടറാകാൻ പാടില്ല. അപ്പോൾ ഇതിനകത്തൊരു സെക്കൻഡറി ക്യാരക്ടറായി മാറി. അതുകൊണ്ട് തന്നെ ക്രൈസ്റ്റിൻ്റെ സെക്കൻഡറി ക്യാരക്ടറായി മാറിയ ഒരാളുടെ മുഖം കാണിക്കാൻ പാടില്ല എന്നൊരു നിയമം, ഒരു വളരെ വിചിത്രമായ നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്റ്റിൻ്റെ മുഖം നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാൻ പറ്റില്ല. പക്ഷേ വളരെ ബലിഷ്ഠമായ കരങ്ങളുള്ള നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനാണ് ഈ ഹീറ്റർ. അതുകൊണ്ട് തന്നെ ആ കരങ്ങളും പാദങ്ങളും അയാളുടെ ശരീരത്തിൻ്റെ ആ ഒരു മാസ്മരികമായ സാന്നിധ്യവും ഒക്കെ കൊണ്ട് സിനിമ സുന്ദരമായിരുന്നു. പിന്നെ എല്ലാ കഥാപാത്രങ്ങളും അഭിനയിച്ച് നിറഞ്ഞു നിന്ന സിനിമയാണ്. അത് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയവർക്ക് ഒരു പുതിയ ജീവിത രീതിയിലേക്ക് സ്നാനമേറ്റ അനുഭവം നൽകപ്പെടുകയും ചെയ്തു. അടുത്ത സിനിമ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, മെൽ ഗിബ്സൻ്റെ സിനിമ 2004 ഇറങ്ങി സർവകാല റെക്കോർഡുകളും ഭേദിച്ച സിനിമയാണ്. ഒരു റിലീജിയസ് മൂവി മറ്റു മൂവികളുമായി മത്സരിച്ച് മുന്നോട്ട് വന്ന കാഴ്ചയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് സമ്മാനിച്ചത്. മാത്രമല്ല ഈ സിനിമ ഇതിൽ അഭിനയിച്ച ജിം കാവിയസിലിനും മറ്റ് നടന്മാർക്കും നടികൾക്കും അതുപോലെ തന്നെ പ്രവർത്തകർക്കൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ നൽകുന്ന സിനിമയായിട്ട് മാറി. അവരുടെ ജീവിതം തന്നെ ഒരുതരം ക്രൈസ്റ്റ് സെൻറ്റേഡ് ലൈഫായി മാറിയെന്ന് പല ഇൻ്റർവ്യൂകളിലായിട്ട് അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രൊപ്പഗാൻഡ നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നില്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞത് അവർ ഇന്നും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ സിനിമ ഒരു വിസ്മയമായി, ഒരു ചാലഞ്ചിങ് മൂവിയായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. 4ാം സ്ഥാനത്ത് പ്രിൻസ് ഓഫ് ഈജിപ്റ്റ്. ബൈബിൾ ആസ്പദമാക്കിയുള്ള ബെസ്റ്റ് കോമിക് മൂവി ഏതെന്ന് ചോദിച്ചാൽ, ആനിമേഷൻ മൂവി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്, പ്രിൻസ് ഓഫ് ഈജിപ്റ്റ്. മോസസിനെ ആസ്പദമാക്കിയുള്ള സിനിമ 1998 ഇറങ്ങിയ ഈ സിനിമ കുട്ടികൾക്കിടയിലെ എപ്പോഴും ഓൾ ടൈം ഹിറ്റാണ്. അതിനെ വെല്ലാൻ മറ്റൊരു സിനിമ അതിനു മുമ്പുണ്ടായിട്ടില്ല, ഇനി ഉണ്ടായിട്ടും ഇല്ല. 3ാം സ്ഥാനത്ത് 1961 ഇറങ്ങിയ സിനിമ കിങ് ഓഫ് കിങ്സ്. ഈ സിനിമ അന്നത്തെ കാലത്ത് ആളുകളെ പിടിച്ചു കുലുക്കിയ സിനിമയായിരുന്നു. അതിനകത്ത് ഹിസ്റ്ററിയും ഇമാജിനേഷനും സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും എല്ലാം ഒരുപോലെ ഇഴചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിങ് ഓഫ് കിങ്സ് ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. അതോടൊപ്പം തന്നെ ആളുകളെ ഒരുപാട് ക്രൈസ്റ്റിലേക്ക് അടുപ്പിച്ച സിനിമയായിട്ട് അത് മാറുകയും ചെയ്തു. 2ാം സ്ഥാനത്ത് ദ ബൈബിൾ ഇൻ ദ ബിഗിനിങ് എന്ന സിനിമയാണ്. 1966 ഇറങ്ങിയ ആ സിനിമ ഉൽപ്പത്തി പുസ്തകത്തിലെ ഭാഗങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനത്തിൽ നിന്നും പിന്നീട് സൃഷ്ടിജാലം മുഴുവൻ ഉണ്ടാകുന്നതിൻ്റെ ചിത്രണം വളരെ സുന്ദരമായി വളരെയേറെ കാലഘട്ടത്തിലേക്ക് ബൈബിൾ കഥ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത സിനിമ ദ ബൈബിൾ എന്ന സിനിമ തന്നെയായിരുന്നു. 1ാം സ്ഥാനത്ത് ദ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന സിനിമയാണ്. സെസിൽ ഡെമില്ലയുടെ സിനിമ. ചാൾട്ടൺ ഹെസ്റ്റൺ തകർത്തഭിനയിച്ച സിനിമ. 1950കളിലാണ് ആ സിനിമ ഇറങ്ങുന്നത്. പക്ഷേ ഇന്നും ആ സിനിമ അറിയപ്പെടുന്നത് ഒരു മൈൽ സ്റ്റോൺ മൂവി എന്ന നിലയിലാണ്. കാരണം ഇന്നത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഈ റെഡ് സീ 2ആയി പിളരുന്നതും മറ്റുമുള്ള രംഗങ്ങൾ അതിസുന്ദരമായിട്ട് ഈ സിനിമയിൽ അണിയിച്ചൊരുക്കുവാൻ സംവിധായകന് സാധിച്ചു. അതിസുന്ദരമായ അഭിനയ മുഹൂർത്തങ്ങൾ, വളരെ ഇൻസ്പയറിംഗ് ആയ, മോട്ടിവേറ്റിംഗ് ആയ, ഹാർട്ട് ബ്രേക്കിംഗ് ആയ സീൻസ് എല്ലാം നിറഞ്ഞു നിന്ന ഒരു സിനിമ എക്കാലത്തെയും വണ്ടർ മൂവി ആയിട്ട് 10 കമാൻഡ്മെൻറ്റ്സിനെ ക്രിട്ടിക്കുകൾ വാഴ്ത്തുന്നുണ്ട്. ബൈബിൾ സിനിമകൾ ഇനിയും ധാരാളം. കാരണം ബൈബിൾ ഒരിക്കലും തീരാത്ത നിധി ഉൾക്കൊള്ളുന്ന ഒരു അനർഘ പെട്ടകമാണ്. ആ പെട്ടകത്തിനകത്ത് എന്തെല്ലാം കാഴ്ചകൾ ഇനിയും. നല്ല യാത്ര നേരുന്നു.